സോ ഹായ്, ഇന്ന് എനിക്ക് വളരെ ബാഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ബാഡ് ആയിട്ടുള്ള ദിവസം എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇപ്പോൾ 11 മണി ആയിട്ടുള്ള അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. ബട്ട് ഈ 11 മണി ആയപ്പോൾ തന്നെ എനിക്ക് മടുത്തു, എനിക്ക് വയ്യ എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലെത്തി. കാരണം ചില ദിവസം നമ്മൾ എഴുന്നേൽക്കുന്ന സമയം നമുക്ക് തോന്നില്ലേ, ലൈക്ക് ഓക്കെ ഇന്ന് ഞാൻ ഓക്കെ അല്ല, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് പൊതുവെ ഞാൻ ചെയ്യുന്ന പോലെ ഇന്ന് എനിക്ക് അത്ര എനർജി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ ഭയങ്കര ലോ ആയിട്ട് ഫീൽ ചെയ്യുന്ന ചില ദിവസങ്ങൾ ഉണ്ടാവും അല്ലെ. ഇന്ന് എനിക്ക് അങ്ങനെ ഒരു ദിവസമായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എനിക്കൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ലൈഫിൽ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ എന്റെ മാനസികാവസ്ഥ എന്തോ ആയിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ എന്ത് മൂഡിലും ആയിരിക്കട്ടെ, ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുന്ന ഞാൻ എനിക്കൊരു കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യും. അതിപ്പോ എന്തുമാത്രം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, എന്തുമാത്രം ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല. അവിടെ ഗിവ് ഇറ്റ് എ ട്രൈ എന്ന് പറയല്ലോ. അപ്പൊ ഇന്ന് ഷരന്റെ വീഡിയോ എടുക്കാമെന്ന് ഞാൻ 2-3 ദിവസമായിട്ട് പ്ലാൻ ചെയ്തതാണ്. അപ്പം ഇന്ന് ഞാനത് എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് പിന്നെ ഭയങ്കര ഗിൽട്ടായിരിക്കും. അയ്യോ ഞാനത് ചെയ്തിട്ടില്ലല്ലോ, എനിക്കത് ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ തോന്നും. അപ്പൊ അതുകൊണ്ട് ഈവൻ ദോ ഐ എം നോട്ട് ഇൻ എ ഗുഡ് മൂഡ്, ഞാൻ ഈ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു. അപ്പം എനിക്കറിയില്ല ഇത്ര എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഇത്ര എന്റർടൈൻ ചെയ്ത് വെച്ചുകൊണ്ടൊക്കെ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കണം, ഓക്കെ. എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ഒരു പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്യാമറ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അത് ചെയ്യുന്നതിലൊന്നും ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് നമ്മുടെ എല്ലാ സൈഡും നമ്മൾ എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ് അല്ലേ. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് സന്തോഷിച്ച് ഭയങ്കര ചില്ലായിട്ടൊന്നല്ലല്ലോ എല്ലാവരും ഇരിക്കണത്. ഞാനിന്ന് അത്ര ചില്ലല്ല, ഇന്ന് ഞാൻ ഭയങ്കര സാഡാണ്. കാരണം ഒന്നും എനിക്കറിയില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷെയർ ദാറ്റ് വിത്ത് യു ഗൈസ്, ഓക്കെ. അപ്പൊ ശരൺ അപ്പോ ഓൾറെഡി എടുത്തേക്കുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് ഞാനിത് സംസാരിക്കാനുള്ള ഒരു മൂഡ് കൂടി അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം എന്താവുന്ന എനിക്ക് ഒരു പിടുത്തമില്ല. പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം, ഓക്കെ. നന്നായില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യത്തില്ല, ചിലപ്പോൾ ഞാൻ വേറൊരു ദിവസം വന്നിട്ട് ഈ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യും. അല്ലെങ്കിൽ ഇതിപ്പോ നന്നായില്ലെങ്കിൽ ഞാൻ വിചാരിക്കും നമുക്ക് കുഴപ്പമില്ല, നന്നാവാത്ത വീഡിയോ ആളുകൾ കാണട്ടെ, ഇങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇരിക്കാം, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒന്നും ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ശരൺ അപ്പോ ഞാൻ എഴുതിയ കഥാപാത്രങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുകയും വെറുക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ശരണായിരിക്കും. കാരണം ശരണിനെ പറ്റി എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള അഭിപ്രായമാണുള്ളത്. ചില ആളുകൾക്ക് ശരണോട് ഭയങ്കര സിമ്പതി തോന്നുന്നുണ്ട്, ചില ആൾക്ക് ശരണ ഭയങ്കര ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് ശരണോട് ഭയങ്കര വെറുപ്പാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്കിതൊന്നുമില്ല, ഓക്കെ. ഞാനിത് എഴുതുന്ന സമയത്ത് ഞാൻ ഈ ക്യാരക്ടറിനോടൊരു പ്രത്യേക ഇഷ്ടമോ കൺസിഡറേഷനോ ഒന്നും വെച്ചിട്ടല്ല ഈ സ്റ്റോറി എഴുതിയത്. ഞാൻ എഴുതിയിട്ടുള്ള 3 പുസ്തകങ്ങളിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിലും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഹ്യൂമൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ശരണാണ്. കാരണം ശരൺ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒന്നല്ല. ശരൺ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്, ശരൺ ഭയങ്കര ഇംപെർഫെക്റ്റ് ആണ്, ശരൺ ഒരുപാട് ഫ്ലോസ് ഉണ്ട്, ശരൺ ഒരുപാട് മൊമെന്ററി ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്, ശരൺ എടുത്തിട്ടുള്ള ആ ഡിസിഷൻസ് ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളും ചെയ്യുന്ന കാര്യങ്ങളല്ലേ, ഇതൊക്കെ ലൈഫിൽ നമ്മളും ചെയ്തിട്ടില്ലേ. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ. ഈവൻ ദോ അത് ചെയ്യണമെന്ന് കരുതിയിട്ടല്ല നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് അവരുടെ ഒരു വിഷമത്തിന് കാരണമായിട്ടുണ്ടാവും. പക്ഷെ അതിനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ഓക്കെ. ആ സമയം കഴിഞ്ഞു പോയി. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് മാപ്പ് പറയാ, മുന്നോട്ട് നടക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അങ്ങനെയാണ് ലൈഫ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സെൻസിൽ നോക്കുകയാണെങ്കിൽ ഷർൺ ഇസ് ദി മോസ്റ്റ് ഹ്യൂമൻ ക്യാരക്ടർ ദാറ്റ് ഐ എവർ റിട്ടൺ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ശരണിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യും, ഇപ്പൊ എന്നെ കുറിച്ച് ഒരു 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും നിമ്നെ കുറിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും ഉണ്ടാവാം. ചില ആളുകൾക്ക് അവർ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് എന്നെ തോന്നുകയാണെങ്കിൽ, ചില ആളുകൾക്ക് ഇവളെ എന്തിനാ ഇങ്ങനെ ഇങ്ങനത്തെ സ്വഭാവമാണ് ഇവക്കെന്ന് തോന്നുന്ന പോലെ ചില ആളുകൾക്ക് എന്നെ കിട്ടിയിട്ടുണ്ടാവും. ചില ആളുകൾക്ക് ഞാൻ ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തോന്നുമായിരിക്കും. ചില ആളുകളുടെ സ്റ്റോറിയിലെ വില്ലനായിട്ട് വരെ ഞാൻ മാറിയിട്ടുണ്ടാവും. ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഞാൻ ആക്ച്വലി സെയിം ആണ്, ഞാൻ ഇങ്ങനെ തന്നെയാണ്, എനിക്കങ്ങനെ ഒരുപാട് വേർഷൻസ് ഒന്നുമില്ല. പക്ഷെ എല്ലാവരും നമ്മളെ റിസീവ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള വേർഷൻസ് ആയിട്ടാണ്. ഇപ്പൊ ഞാൻ ഒരാളെ കാണുന്ന സമയത്ത് ഞാൻ അയാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിനെ ഞാൻ എടുക്കുന്നത് എൻ്റെ മോറൽസ്, എൻ്റെ വാല്യൂസ്, എൻ്റെ എത്തിക്സ്, എൻ്റെ പാസ്റ്റ്, എൻ്റെ എക്സ്പീരിയൻസ്, ഇതൊക്കെ കൂടിയിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് കൂടെ വെച്ചിട്ടാണ് ഞാൻ ഒരാളുടെ പ്രവൃത്തിനെ ഞാൻ ജഡ്ജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാനത് റിസീവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരെ കുറിച്ചിട്ടും 10 പേരുണ്ടെങ്കിൽ 10 പേർക്ക് നമ്മളെ കുറിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് നമ്മുടെ ലൈഫ് ജീവിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ശരണിന്റെ കേസിലോട്ട് വരുന്ന സമയത്തും ശരൺ എങ്ങനെയാണ്, ശരൺ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളോ, അല്ലെങ്കിൽ ശരൺ ചെയ്യുന്നത്, ശരണിന്റെ ഇന്റൻഷൻസ് ആർ
പ്യുവർ. ഓക്കെ, ചില ആളുകൾ ഉണ്ടാവുമല്ലോ, അവര് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ല ഇന്റൻഷനോടെ നല്ല മനസ്സോടെ ആയിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ സമയവും സന്ദർഭവും സാഹചര്യങ്ങളും ഒക്കെ കൊണ്ട് അത് ചിലപ്പോൾ ചില ആളുകളെ വേദനിപ്പിച്ചേക്കാം. ചില ആളുകൾക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മുറിവുകൾ അത് സമ്മാനിച്ചേക്കാം. ഇപ്പൊ അതിഥിയുടെ കേസിൽ ശരൺ എടുത്തിട്ടുള്ള അതിഥിയായിട്ട് റിലേഷൻഷിപ്പിലാവുക, ടു ഫോൾ ഇൻ ലവ് വിത്ത് ഹർ എന്നുള്ളത് ശരൺ ചെയ്തിട്ടുള്ള ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. വിത്ത് ഗുഡ് ഇന്റൻഷനാണ് ശരൺ അവളുമായിട്ട് റിലേഷൻഷിപ്പിലാവുന്നത്. ബട്ട് അത് എൻഡ് ചെയ്തിട്ടുള്ളത് അതിഥിയുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ട്രാജഡി ആയിട്ടാണ്. അപ്പോൾ ഈ ബുക്ക് എഴുതുന്ന സമയത്ത്, എൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എഴുതുന്ന സമയത്ത് ഞാൻ ശരണിന്റെ വേർഷൻ എഴുതാമെന്ന് പറഞ്ഞ സമയത്ത് ആർക്കും വലിയ യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും പറഞ്ഞു ശരൺ ഒരിക്കലും നമുക്ക് ശരൺ എന്ത് റീസൺ ഉണ്ടായിരുന്നാലും ശരണിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഫസ്റ്റ് പാർട്ട് വായിക്കുന്ന സമയത്ത് അതിഥി എന്നുള്ള ക്യാരക്ടറിന് നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതിഥി എന്ന് പറയുന്ന അതിഥിയുടെ എല്ലാ പ്രവൃത്തികളും അല്ലെങ്കിൽ അതിഥി എന്നുള്ള പേഴ്സൺ നമുക്ക് നമ്മളായിട്ട് ഫീൽ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിഥിയുടെ വേദന നമ്മുടെ കൂടെ വേദനയാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ വേദനിപ്പിച്ച ഒരാള്, അങ്ങനെ ഒരു പേഴ്സണോട് ഫോർഗിവ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് എന്തായാലും അത് മനസ്സിലാക്കിയിട്ട് അയാൾ ചെയ്ത ആ തെറ്റിനെ ന്യായീകരിക്കുക എന്നുള്ളത് എനിക്ക് ഒരിക്കലും പറ്റില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ ഈ സെക്കൻഡ് പാർട്ട് കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ലൈക്ക് നിങ്ങൾ ശരണിനെ ആക്സെപ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ശരൺ ഒരു ബെസ്റ്റ് പേഴ്സൺ ആണ് നിങ്ങൾ മനസ്സിലാക്കുക ഒന്നും വേണ്ട. പക്ഷെ അയാൾക്കൊരു തെറ്റ് പറ്റി, ആ തെറ്റിനോട് ക്ഷമിക്കുക അല്ലെങ്കിൽ ആ തെറ്റുമായിട്ട് ഓക്കെ ആവുക എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാലോ. അല്ലെങ്കിൽ അയാളോട് ക്ഷമിച്ച് അയാളോട് ലൈക്ക് അയാൾക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കണം. പക്ഷെ അയാൾ മനുഷ്യരാണ്, മനുഷ്യന്മാർക്ക് മിസ്റ്റേക്സ് പറ്റും. ആൻഡ് ദാറ്റ് ഈസ് ഓക്കെ. ഒരു സോറി പറഞ്ഞ് മുന്നോട്ട് നടക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ ശരൺ അതിഥിയായിട്ട് റിലേഷൻഷിപ്പിലാവുന്നത് മിഴിയായിട്ടുള്ള വലിയൊരു ബ്രേക്കപ്പ് അല്ല. ആക്ച്വലി മിഴിയുടെ കേസിൽ എന്ന് പറഞ്ഞാൽ അതൊരു അൺഫിനിഷ്ഡ് ലവ് സ്റ്റോറിയാണ്. അവരൊരിക്കലും നമുക്കിപ്പം ചില ഭയങ്കര ബാഡ് ആയിട്ടുള്ള ബ്രേക്കപ്സ് നോക്കി ആക്ച്വലി മൂവ് ഓൺ ചെയ്യാൻ ഈസിയാണ്. ബാഡ് ആയിട്ടുള്ള ബ്രേക്കപ്പിനെ വേ ദാറ്റ് രണ്ടുപേര് നമ്മൾ ഭയങ്കര വഴക്കായി, രണ്ടുപേർക്ക് പരസ്പരം ഇഷ്ടമില്ലാതെ സ്നേഹമില്ലാതെയൊക്കെ പിരിഞ്ഞു കഴിയുന്ന സമയത്ത് നമുക്ക് അയാളെ വെറുത്തിട്ടാണെങ്കിൽ നമുക്ക് മുന്നോട്ട് നടക്കാം. ബട്ട് ഇമാജിൻ ഒരുപാട് സ്നേഹിച്ച, ഒരുപാട് പരസ്പരം തമ്മിലറിഞ്ഞ, ഒരു ജീവിതം മുഴുവൻ സ്വപ്നം കണ്ട രണ്ടുപേര് പെട്ടെന്നൊരു ദിവസം അവരുടേതല്ലാത്ത കാരണങ്ങളോട് പിരിയേണ്ടി വരുവാണ്. അതൊരു അൺഫിനിഷ്ഡ് ലവ് സ്റ്റോറിയാണ്. അവിടെ എപ്പോഴും ഒരു ഹോപ്പ്, ഒരു അൺസർട്ടനിറ്റി, അതെല്ലാം ലൈഫ് ലോങ് അവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ശരൺ മിഴിയിൽ നിന്ന് മുന്നോട്ട് നടക്കുന്നതും ഈ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു അൺഫിനിഷ്ഡ് ലവ് അവിടെ ബാക്കിയാക്കിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരൺ ഒരു 3 വർഷത്തോളം എടുത്തു മിഴി എന്നുള്ള ഒരു പേഴ്സൺ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും അവൻ കംപ്ലീറ്റ്ലി ഓവർ ഹീൽ ആവുന്നില്ല. അതൊരിക്കലും അൺഹീൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് മിഴിയുടേത്. അവൻ മുന്നോട്ട് നടക്കുന്നു. അപ്പൊ അതിഥി എന്ന് പറയുന്നത് ശരണിന്റെ ലൈഫിൽ അവന് കിട്ടിയിട്ടുള്ള ഒരു സെക്കൻഡ് ചാൻസ് ആയിരുന്നു. ടു ബി ഹാപ്പി, ടു ബി ലിവ് അഗെയിൻ എന്ന് പറയില്ല, വീണ്ടും ജീവിക്കാനുള്ള, സന്തോഷമായിട്ട് ഇരിക്കാൻ അവന് കിട്ടിയിട്ടുള്ള ഒരു ഹോപ്പ്, ഒരു സെക്കൻഡ് ചാൻസ് ആയിട്ടാണ് അതിഥിനെ കാണുന്നത്. അതിഥിയായിട്ട് റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് ഒരിക്കൽ പോലും മിഴി ഫ്യൂച്ചറിൽ തിരിച്ചു വരുന്നു അല്ലെങ്കിൽ അതിഥിനെ എന്തെങ്കിലും വിട്ടുപോകേണ്ടി വരുന്നു ഒന്നും ശരൺ വിചാരിക്കുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഇതിന്റെ ഫ്യൂച്ചർ എന്താവും, അല്ലെങ്കിൽ ഈ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഇത്രയ്ക്ക് കോൺസിക്വൻസസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് നമ്മൾ അറിയില്ലല്ലോ. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ അൺഡു ചെയ്യാമായിരുന്നു. പക്ഷെ ലൈഫ് അങ്ങനെയല്ല വർക്ക് ചെയ്തത്. ലൈഫിൽ നമുക്ക് ഒരിക്കലും നാളെ എന്ത് സംഭവിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ലൈഫിന്റെ ഏറ്റവും വലിയ ട്രാജഡിയും ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്കിപ്പോൾ എന്താണോ നമുക്ക് അറിയുന്നത് ആ ഒരു നോളജ് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ശരണിന്റെ കേസിൽ 3 വർഷം മുൻപേ മിഴിന് ശരണ് നഷ്ടമാവുകയാണ്. ഒരിക്കലും തിരിച്ചു വരില്ല ആ മിഴി എന്ന ശരൺ വിചാരിച്ചിട്ട് കുറേ വർഷം എടുത്തിട്ട് കുറേ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയ ശേഷം അറ്റ് ദി എൻഡ് അവന് ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടെങ്കിലും മുന്നോട്ട് നടക്കണം എന്ന് അവൻ തീരുമാനിച്ച് അവൻ ബാംഗ്ലൂർ വരുവാണ്. അവിടെ വെച്ച് കുറേ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം അവൻ അതിഥി എന്നുള്ള ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യാണ്. അവൻ എവിടേക്കോ മിഴിയെ തിരിച്ചു കിട്ടിയെന്നുള്ള പോലെ പറയുന്നില്ല, ബട്ട് എവിടേക്കോ അവന്റെ ഒരു സന്തോഷങ്ങൾ തിരിച്ചു കിട്ടുന്ന പോലെ, വീണ്ടും ജീവിക്കുന്ന പോലെ ഒരു ഫീല് തോന്നുന്ന സമയത്ത് ആ ഒരു മൊമെന്റില് എനിക്ക് സന്തോഷങ്ങളൊന്നും വേണ്ട, ഞാൻ സഫർ ചെയ്തോളാം എന്നൊരാൾ എന്തിനാ ഡിസിഷൻ എടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ചൂസ് ടു ബി ഹാപ്പി അതൊരു ഹ്യൂമൻ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ മനുഷ്യന്മാരെല്ലാവരും വി ടെൻ ടു മൂവ് ഫോർവേഡ് ടു ഹാപ്പിനെസ് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും സന്തോഷങ്ങൾ നോക്കിയാണ് നടക്കുന്നത്. അപ്പൊ ആ സമയത്ത് എല്ലാ രീതിയിലും സാഡ് ആയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ സഫർ ചെയ്തുകൊണ്ടിരുന്ന ശരണിന്റെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് ആയിട്ട് അതിഥി കടന്നു വരുന്ന സമയത്ത് അത് ചൂസ് ചെയ്യാന്നുള്ളതിൽ റോങ് ആയിട്ടൊന്നുമില്ല. ഇപ്പൊ നമ്മള് മനുഷ്യന്മാർക്കൊരു പ്രശ്നമുണ്ട്. നമ്മള് മനുഷ്യന്മാർ ഇങ്ങനെയാണ്, ആളുകൾ സഫർ ചെയ്യുന്ന സമയത്ത്
സമയത്ത് നമ്മൾ ഭയങ്കര സിമ്പത്തറ്റിക് ആവും. അതേ സമയത്ത് ആളൊന്ന് സന്തോഷം കണ്ടു കഴിഞ്ഞാലോ അത് നമുക്ക് അത്ര പിടിക്കത്തില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ മരിച്ച വീട്ടിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാം. ഇപ്പം എന്റെ നാട്ടിലൊക്കെ ഒരു ആളുകളുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ ഒരു ലൈക്ക് അമ്മ മരിച്ച ശേഷം ഇവര് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഒരു 6 മാസമൊക്കെ ആകുമ്പോഴേക്കും ഇവർ പുറത്തു പോകുന്നു, അവർ നല്ല ഡ്രസ്സ് ഇടുന്നു, അവർ ഫോട്ടോസ് ഇടുന്നു, വീഡിയോസ് ഇടുന്നു. അപ്പൊ ആളുകൾ പക്ഷെ ഇവർക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്, അമ്മ മരിച്ചിട്ട് ഇത്ര കാലമായിട്ടല്ലേ ഉള്ളൂ, ഇത്ര പെട്ടെന്ന് ഇവർക്ക് ഓക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇവരെ ജഡ്ജ് ചെയ്തു. അപ്പൊ എനിക്ക് ഇവരെ ഭയങ്കര ക്ലോസ് ആണ്. അപ്പൊ ഞാൻ ഒരിക്കലും ഇവിടുത്തെ സംസാരിക്കുന്നവർ പറഞ്ഞു ഞങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടല്ല, പക്ഷെ വീട്ടിലിങ്ങനെ അടച്ചിട്ടിരിക്കുന്ന സമയത്ത് അത് നമ്മൾ കൂടുതൽ പ്രഷർ ആക്കുകയുള്ളൂ. പിന്നെ ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഞങ്ങൾ ഇങ്ങനെ സാഡായിട്ട് അമ്മയുടെ ആ ഒരു ലൈക്ക് ലോസിൽ ഞങ്ങൾ വിഷമിച്ച് എല്ലാം നഷ്ടപ്പെട്ടിരിക്കണം എന്ന് അമ്മ ഒരിക്കലും വിചാരിക്കത്തില്ല. അമ്മയ്ക്ക് ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നല്ലേ വിചാരിക്കുള്ളൂ. സോ ഞങ്ങൾ ഇങ്ങനെ മൂവ് ഓൺ ആയി തീരുമാനിച്ചു എന്നുള്ളത്. അപ്പം എല്ലാവരും എങ്ങനെ മൂവ് ഓൺ ചെയ്യണം എന്നുള്ളത് അവരുടെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ്. ആ ചോയ്സിനെ നമുക്ക് ഒരിക്കലും ലൈക്ക് എന്താ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. സാക്രിഫൈസസിനെ, സാഡ്നെസ്സിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ അതിന് മൂവ് ഓൺ ആയി നടക്കില്ല. നമ്മൾ വേറൊരു പാതയിൽ നമ്മൾ മൂവ് ഓൺ ചെയ്യാന്നുള്ളത് ഇറ്റ് ഈസ് ഓക്കെ. ലൈക്ക് നമുക്കത് ഓക്കെ അല്ലെങ്കിലും അങ്ങനെ ജീവിക്കാന്ന് പറയുന്നതും ഓക്കെയാണ്, അങ്ങനെ മൂവ് ഓൺ ചെയ്യാന്ന് പറയുന്നത് ഓക്കെയാണ്. പക്ഷെ ശരൺ അത്ര ഈസി ആയിട്ട് മൂവ് ഓൺ ഒന്നും ചെയ്തില്ല. കുറെ സമയം എടുത്താണ് ശരൺ അതിഥിനെ മീറ്റ് ചെയ്യുന്നതും ആ ഒരു ലൈഫിലോട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ അപ്പൊ അതിഥിനെ സ്നേഹിക്കുന്ന സമയത്തും മിഴിനെ സ്നേഹിച്ച പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ശരൺ അതിഥിനെ സ്നേഹിക്കുന്നുണ്ട്. മിഴിയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ മിഴിയാണ് കുറെയൊക്കെ ശരണിനെ കൂട്ട് സ്നേഹിച്ചിട്ടുള്ളത്. നേരത്തെയും പറഞ്ഞിട്ടുണ്ടായി. ശരണിന്റെ കേസിൽ ആ മിഴിക്ക് കൊടുക്കാൻ പറ്റാതെ പോയ പ്രണയം, മിഴി പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ശരൺ പറയുന്നുണ്ട് ഞാനത് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ശരണിന് മിഴിയുടെ കേസിൽ കുറെ റിഗ്രറ്റ്സുകൾ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ആ റിഗ്രറ്റ്സിന് ഒന്നും ഇടവരാതെ അതിഥി കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ലൈഫ് കൊടുക്കണം എന്നുള്ള രീതിയിൽ ശരൺ അത്രമാത്രം അതിഥിനെ സ്നേഹിക്കുന്നുണ്ട്. അത്രമാത്രം ഫുൾ ഹാർട്ട് ഇട്ടിട്ടാണ് അതിഥിനെ സ്നേഹിക്കുന്നത്. പക്ഷെ സ്നേഹിച്ച് അവളെ മാരേജ് ചെയ്യാന്നുള്ള ഒരു രീതി വരെ എത്തുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് കോള് വരെയും മിഴി തിരിച്ചു വന്നു എന്ന് പറയുന്ന സമയത്ത് ശരൺ അവിടെ പോവുകയും ചെയ്തത്. നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണോ നിങ്ങൾ വിചാരിക്കുക? നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കും? ഏത് രീതിയിൽ നിങ്ങൾ റിയാക്ട് ചെയ്യും? നിങ്ങൾ മിഴിയുടെ അടുത്ത് ഇതെല്ലാം പറയോ, അല്ലെങ്കിൽ നിങ്ങൾ അതിഥിനോട് ഇതെല്ലാം പറഞ്ഞിട്ട് അതിഥീനെ ശരൺ ചെയ്ത അതിഥിനെ ഉപേക്ഷിക്കോ, അല്ലെങ്കിൽ മിഴിനോട് ഇതെല്ലാം പറഞ്ഞിട്ട് അതിഥിയുടെ കൂടെ പോവോ, അല്ലെങ്കിൽ രണ്ടുപേരെയും വേണ്ടാതെ വെക്കോ? നമ്മളെല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആയിട്ട് എടുക്കുക അല്ലെ. ചില ആളുകൾ ശരണ്ന്റെ കേസിൽ വേറൊരാളാണെങ്കിൽ അവർ ചിലപ്പം അതിഥിനെ ചൂസ് ചെയ്തേനെ, അല്ലെങ്കിൽ രണ്ടുപേരെയും വേണ്ടാന്ന് വെച്ചേനെ, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ശരൺ എന്നുള്ള ഒരു ക്യാരക്ടർ അവൻ മിഴിനെ ചൂസ് ചെയ്തു. മിഴിനെ ചൂസ് ചെയ്യാൻ അവന് ഒരുപാട് റീസൺസ് ഉണ്ടാവും. മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ലവ് ഉണ്ടാവും, ചിലപ്പോൾ കുറെ ഗ്രാറ്റിറ്റ്യൂഡുകൾ ഉണ്ടാവും, ചിലപ്പോൾ കുറെ ആ ലോങ് ആയിട്ടുള്ള ഒരു പാസ്റ്റിന്റെ കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവന് ഭയങ്കരമായിട്ട് ഒരു ഗിൽട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോ ഗിൽറ്റ് തോന്നി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺ വെച്ചിട്ട് നമ്മൾ ഒരാളെ സ്നേഹിക്കാന്ന് പറയുന്നത് സ്നേഹമാണോ, ശരിക്കും ഇവൻ ആരെയാണ് ശരിക്കും സ്നേഹിച്ചതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫിന്റെ രണ്ട് ഫേസിലാണ് ഇവൻ രണ്ടുപേരെയും സ്നേഹിക്കുന്നത്. അപ്പൊ ഒരാളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടാപ്പ് എന്ന് വെച്ചിട്ട് അളക്കാൻ പറ്റില്ലല്ലോ. രണ്ടുപേരെയും അവൻ ഫുൾ ഹാർട്ടോടെ സ്നേഹിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കൊരു ഡിസിഷൻ എടുത്തേ തീരുള്ളൂ. അത് ശരൺ എടുത്ത ഡിസിഷൻ ആയിരിക്കില്ല മേ ബി വേറൊരാൾ എടുക്കുന്നത് എന്ന് വെച്ചിട്ട് ശരണിന്റെ ഡിസിഷൻ റോങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും ഡിസിഷൻസ് എടുക്കുന്നത് നമ്മുടെ ഒരു സിറ്റുവേഷനും നമ്മളായിരിക്കുന്ന അവസ്ഥയും നമ്മുടെ ഒരു ലൈക്ക് ഫ്യൂച്ചറും പാസ്റ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ അവിടെ ഒരിക്കലും എന്റെ ഡിസിഷൻസ് ആയിരിക്കണം വേറൊരാൾ എടുക്കേണ്ടത് നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. അപ്പോ പക്ഷെ ശരൺ എന്നിട്ടും ആ ഒരു ഗിൽട്ട് ഉണ്ട്, ലൈക്ക് അതിഥിനോട് ചെയ്തത് ശരിയായില്ല എന്നുള്ള ഒരു തോന്നൽ അവനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുല് അതിഥിനോട് പറയുന്നത് ലൈക്ക് നീ അവനോട് ക്ഷമിച്ചു എന്നുള്ള കാര്യം നീ ഒന്നുകൂടെ അവൻ്റെ അടുത്ത് പറയണം, നീ ഹാപ്പി ആയിട്ടുള്ള ജീവിതം ജീവിക്കുന്നു എന്നുള്ളത് നേരിട്ട് കാണുമെങ്കിലും അവനോട് തന്നെ ക്ഷമിക്കാൻ പറ്റുമായിരിക്കും എന്നുള്ളത്. അപ്പൊ ശരൺ ചെയ്തൊരു കാര്യത്തിനോട് ശരൺ എന്തുമാത്രം അതിഥിനോട് ചെയ്തതിനോട് അവന് വിഷമുണ്ട് എന്നുള്ളത് രാഹുലിന്റെ ആ വേർഡ്സിലൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം രാഹുൽ പറയുന്നുണ്ട് അവൻ ഇപ്പോഴും മൂവ് ഓൺ ആയിട്ടില്ല, അവൻ ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല, നിന്നോട് ചെയ്തതിന്റെ കുറ്റബോധം പേരിലാണ് അവൻ ഇപ്പോഴും ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഒരാളും ജീവിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് രാഹുൽ പറയുന്നത് പ്ലീസ് അവന്റെ അടുത്ത് നീ വന്ന് പറയും, ലൈക്ക് നീ ഓക്കെ ആണെന്ന് പറ. അത് കാണുമെങ്കിലും ഹി ഓൾസോ ഡിസേർവ് എ സെക്കൻഡ് ചാൻസ്, ഹി ഓൾസോ ഡിസേർവ് എ ഗുഡ് ലൈഫ് അല്ലെ. അപ്പോ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവര് ഇന്റൻഷനോടെ ആയിരിക്കില്ല വേറെ ആളെ ഹേർട്ട് ചെയ്യുന്നത്, പക്ഷെ അങ്ങനെ ചെയ്യുന്ന ചിലപ്പോൾ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിച്ചേക്കാം. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ലവ് എന്ന് പറയുന്നത് എപ്പോഴും ലൈക്ക് മോറൽസ് വെച്ചിട്ടൊന്നല്ല വർക്ക് ആവുന്നത്. നമ്മുടെ മോറൽസ് വെച്ചിട്ട് നമുക്ക് ലവിനെ ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല. ലവ് എന്ന് പറയുന്നത് ഭയങ്കര ജസ്റ്റ്
അത് സംഭവിച്ചു പോകുന്നൊരു കാര്യമാണ്. നമുക്കതിൽ ഒരിക്കലും ഒരാളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഇന്നാളാണ് ശരി ഇന്നാളാണ് റോങ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻവോൾവ് ആയിരിക്കും. പൊതുവെ പറയാറുണ്ടല്ലോ, രണ്ടുപേരുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ അതിലൊരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മൂന്നാമതൊരാൾ പോയിട്ട് അഭിപ്രായം പറയുന്നു, അല്ലെങ്കിൽ മൂന്നാമതൊരാൾ പോയിട്ട് ജഡ്ജ് ചെയ്യുമോ അല്ലെങ്കിൽ അവരുടെ കൗൺസിലിംഗ് കൊടുക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവര് ഗോ ത്രൂ ചെയ്ത ജേർണി എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അവർ എന്തുകൊണ്ട് ആ ഡിസിഷൻ എടുക്കുന്നു, എന്തുകൊണ്ട് അങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ളത് അവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഒരിക്കലും ശരൺ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ ശരൺ എല്ലാ രീതിയിലും ഓക്കെ ആണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് ലൈക് ശരൺ എല്ലാവരും ഭയങ്കരമായിട്ട് ഹേറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഒരു മനുഷ്യനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ട് അയാളുടെ മിസ്റ്റേക്കുകളെ കൂടെ ആക്സെപ്റ്റ് ചെയ്തുകൂടാ? ഒരാളുടെ നമ്മളെ സ്നേഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് അയാളുടെ ബെസ്റ്റ് സൈഡ് മാത്രമല്ലാതെ അയാളുടെ മിസ്റ്റേക്സ് കൂടെ അയാളുടെ നെഗറ്റീവ്സ് കൂടെ മനസ്സിലാക്കി നമ്മൾ ഒരാളെ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് അത് ഭയങ്കര അത് നോർമലൈസ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? കാരണം ഇപ്പൊ ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് റിഗ്രറ്റ്സുകളൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ലൈഫിൽ ഒരു +2 കാലത്ത് അല്ലെങ്കിൽ ഡിഗ്രി കാലത്തൊക്കെ ഞാൻ ഒരുപാട് ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത ആ ഡിസിഷൻസ് ഇപ്പൊ റിലേഷൻഷിപ്പിൽ തന്നെ ഞാൻ ഒരുപാട് ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്. ആ ഡിസിഷൻസ് വേദനിപ്പിച്ചിട്ടുള്ള ചില മനുഷ്യരുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു ഇന്റൻഷനലി അവരെ വേദനിപ്പിക്കണം എന്ന് വെച്ചിട്ടല്ല ഞാൻ ചെയ്തത്. എന്റെ സാഹചര്യം അങ്ങനെയായിരുന്നു, എന്റെ സിറ്റുവേഷൻസ് അങ്ങനെയായിരുന്നു. അതിനേക്കാൾ ഏറെ എന്താന്ന് പറയും, ആ സമയത്ത് എനിക്ക് അതിനുള്ള ബുദ്ധി ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. ഞാൻ അവരോട് വളരെ സിൻസിയർ ആയിട്ട് ഞാൻ അവരോട് സോറി പറഞ്ഞിട്ടുണ്ട്. ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു, എനിക്കറിയാം, സോറി. പക്ഷെ അതിനപ്പുറം എനിക്ക് എന്താ ചെയ്യാൻ പറ്റുമോ? ഞാൻ ലൈഫ് ലോങ് ആ ഒരു റിഗ്രറ്റ്സ് പേരി അല്ലെങ്കിൽ ലൈഫ് ലോങ് ഞാൻ അന്ന് ചെയ്തൊരു ചെറിയ മിസ്റ്റേക്ക് പേരി അത് അന്ന് ആ സമയത്ത് ഒരാളെ വേദനിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ അതില് വെന്തുരുകി ഞാൻ ആ ലൈഫ് ജീവിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ഹാപ്പി ആയിരിക്കും അല്ലെങ്കിൽ മറ്റൊരാൾ ഹാപ്പി ആയിരിക്കും? ഞാൻ ഹാപ്പി ആയിരിക്കില്ല. ഞാൻ പറഞ്ഞ പോലെ മനുഷ്യന്മാരെല്ലാവരും ഒരു ഹാപ്പി ആയിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിന് വേണ്ടിയിട്ടാണ് ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് പിടിച്ചു വലിക്കുന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റെക്കായിട്ട് നിന്നിട്ട് നമ്മൾ ആ ലൈഫ് കൊണ്ടുപോകണമെന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മള് നോട്ട്ബുക്ക് സിനിമയിൽ സൂരജ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടറിന്റെ അടുത്ത് ശ്രീദേവിയുടെ അല്ല പൂജയുടെ അമ്മ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ലൈക്ക് ഇത് കുഴപ്പമില്ല, ഒരു 17 വയസ്സുകാരൻ പയ്യൻ അല്ലെങ്കിൽ 20 വയസ്സൻ പയ്യൻ ഇത്രയ്ക്ക് പ്രായശ്ചിത്തമേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ, നീ ഇനിയെങ്കിലും നിന്റെ ലൈഫ് നോക്കി മുന്നോട്ട് പോകണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ സൂരജ് അന്ന് ചെയ്തൊരു മിസ്റ്റേക്ക് ആണ്, പക്ഷെ അതൊരു ഇന്റൻഷണൽ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആയിരുന്നു, സംഭവിച്ചു പോയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാ കാലവും ആ ലൈഫിൽ സ്റ്റെക്കായിട്ട് ഒരാൾ നിൽക്കുക എന്ന് പറയുന്നതിന് ഒട്ടും ഓക്കെ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ ശരണിന്റെ ക്യാരക്ടർ എഴുതുമ്പോൾ ഞാൻ ഇത്രേ വിചാരിച്ചുള്ളൂ. ശരൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരൺ ഇപ്പോഴും വെറുക്കാം, ആസ് എ റീഡർ നിങ്ങൾക്ക് അതിനുള്ള ചോയ്സ് ഉണ്ട്, ശരണ നിങ്ങൾക്ക് വെറുക്കാം. കാരണം ശരൺ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഹി ഡിഡ് എ ഹ്യൂജ് മിസ്റ്റേക്ക്. കാരണം അതിഥിയുടെ ഒന്ന് പാളിപ്പോയിരുന്നെങ്കിൽ അതിഥിയുടെ ജീവനും ജീവിതം ഒക്കെ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഒരു സിറ്റുവേഷനിൽ ശരൺ കാരണം അതിഥി എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനൊരിക്കലും ജസ്റ്റിഫൈ ചെയ്യല്ല. പക്ഷെ ആ മിസ്റ്റേക്ക് അവൻ മനസ്സിലാക്കുന്നു, ആ മിസ്റ്റേക്കിന് അവൻ മുന്നോട്ട് നടക്കുന്നു. ചിലപ്പോൾ തിരുത്താൻ പറ്റാതെ, ഇപ്പൊ അവന് തിരുത്താനെങ്കിലും പറ്റും കുറെയൊക്കെ, പക്ഷെ തിരുത്താൻ പറ്റാത്ത മിസ്റ്റേക്ക് വരെ ലൈഫിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോ ഈ വീഡിയോ എനിക്ക് ഇതൊക്കെ പറയാനുള്ളൂ. ഞാൻ ഒരിക്കലും ശരണിന്റെ ഈച്ചന്റെ അവര് ക്യാരക്ടർ എടുത്തില്ലെങ്കിൽ ശരൺ എങ്ങനെ അതിഥീനെ പ്രണയിച്ചു അല്ലെങ്കിൽ മിഴിനെ പ്രണയിച്ചു എന്നുള്ള ലവ് സ്റ്റോറി ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാം ഹൗ ബ്യൂട്ടിഫുള്ളി അല്ലെ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള 2 പെൺകുട്ടികളെയും അവൻ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് സ്നേഹിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു എക്സ്പ്ലനേഷൻ തരാതെ തന്നെ ആ ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നന്നായിട്ട് ഫ്ലവേഴ്സിലൂടെ ലവ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ മിടിക്കൊരു ആവശ്യം വന്ന സമയത്ത് അവൾക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് സ്റ്റാൻഡ് ചെയ്തിട്ടുള്ളത്, അവൾക്ക് വേണ്ടിയിട്ട് അവന്റെ ജീവിതവും തന്നെ ലൈക്ക് ഷിഫ്റ്റ് ചെയ്ത് വേറൊരു സിറ്റിയിലോട്ട് അവൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് അവൾക്ക് വേണ്ടി എല്ലാ റിസ്ക്കും അവൻ എടുത്തിട്ടുണ്ട്, അതിഥിക്ക് വേണ്ടി അവനത് ചെയ്തിട്ടുണ്ട്. സോ ഈസ് ലൈക്ക് അവനൊരു നല്ല പേഴ്സൺ ആണ്. പക്ഷെ നല്ല ആളുകൾക്ക് മിസ്റ്റേക്സ് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ലവ് സ്റ്റോറി ഒന്നും ഞാൻ ഒരുപാട് ഡ്രാഗ് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് എനിക്ക് ശരണിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ശരൺ വളരെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ഇന്നിപ്പോ നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, ഞാൻ ഇതുവരെ ഒരു മിസ്റ്റേക്സും ചെയ്തിട്ടില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സമയമുണ്ട്. നമ്മൾ ചെയ്യും, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യും. ആ ചെയ്യുന്ന കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചേക്കാം. സോറി പറയാം, മുന്നോട്ട് നടക്കുക. അപ്പം ലൈഫില്
ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇപ്പൊ ലൈഫിൽ ശരണിനെ പോലെ അല്ലെങ്കിൽ എന്നെ പോലെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് നിങ്ങളുടെ പാസ്റ്റിൽ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ എനിക്ക് നിങ്ങളത് പറയാനുള്ളത്, നിങ്ങൾ ആ മിസ്റ്റേക്സ് ഓർത്ത് അല്ലെങ്കിൽ നിങ്ങൾ അന്ന് ചെയ്തൊരു കാര്യം ഓർത്ത് നിങ്ങൾ ഇപ്പോഴും നിങ്ങളെ ഭയങ്കരമായിട്ട് എന്താ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഹാപ്പിനെസ് ഒക്കെ നിങ്ങൾ ലൈക്ക് ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. ഓക്കെ, ഇറ്റ് ഈസ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്ക്. നമ്മൾ എപ്പോഴും ശരികളിലൂടെ മാത്രം ജീവിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമല്ല. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചേക്കാം. അതിൽ മനസ്സ് നിറഞ്ഞിട്ട് അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മാപ്പ് പറയാം. ഓക്കെ, എനിക്കിത് പറ്റിപ്പോയി, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് നമ്മൾ മാപ്പ് പറച്ചിലിൻ്റെ അപ്പുറം നമ്മൾ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അവർക്ക് അതിൽ നിന്ന് ഹീൽ ആവാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യാം. അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. മുന്നോട്ട് നടക്കുക. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ്. ഇത് ലൈഫാണ്. ലൈഫ് ഇങ്ങനെയാണ് വർക്ക് ആവുന്നത്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമുക്കൊക്കെ മിസ്റ്റേക്സ് പറ്റും. നമ്മളൊക്കെ ഒരുപാട് എറേഴ്സ് സംഭവിക്കും. പക്ഷെ ഒറ്റ മിസ്റ്റേക്കിൽ ലൈഫേ തീർന്നു പോയെന്ന് വിചാരിക്കാതെ നമ്മുടെ മൂവ് ഫോർവേഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഹാപ്പിനെസ് ആൻഡ് പീസ്. ഓക്കെ, സമാധാനവും സന്തോഷവും ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ഉള്ളൊരു ലൈഫിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. വേദനിപ്പിച്ച മനുഷ്യരോട് മാപ്പ് പറയാം.